ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേരളം ഭരണവും സ്ഥാപനങ്ങളും എന്നുള്ള മേഖല പഠിക്കാം. 5 മാർക്കുണ്ട്. അത് ഏറിയും കുറഞ്ഞും വരാറുണ്ട്. പലപ്പോഴും അത് ഭരണഘടനയുടേക്കും ഇതും തമ്മിൽ നമുക്ക് വേർതിരിച്ച് പോകാനാവാത്ത വിധമൊക്കെ വരാറുണ്ട്. ഇപ്പോൾ രാജ്യസഭയിൽ ഈ കേരളത്തിൽ നിന്ന് എത്ര സീറ്റുകളുണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. 9 എണ്ണം. പക്ഷെ ആ ഒരൊറ്റ ചോദ്യമേ ഇവിടെ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ, കേരളം ഭരണവും സംവിധാനങ്ങളും എന്നുള്ളിടത്ത്. പക്ഷേ മറ്റൊക്കെ നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ ഇതിലെ പലപ്പോഴും റിലേറ്റഡ് ഫാക്ട്സ്, ഇപ്പോൾ PSCനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ സംസ്ഥാന PSCനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഭരണവും അതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. എന്നാൽ നമ്മൾ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോഴും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പഠിക്കുമ്പോഴും നമ്മൾ ഇവിടെയാണ്. പക്ഷേ അത് നിയമങ്ങൾ എന്നുള്ള ഭാഗത്തിൽ കൂടി അത് പഠിക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങളെ പരമാവധി ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും, അല്ല വിശദമായ നോട്ട് കിട്ടും. ഇതുകൂടാതെ ഇതിൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ വിശദമായ നോട്ട്, അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള എക്സാമും ലഭിക്കും. അപ്പോൾ അതിൽ കിട്ടുന്നതിന് വേണ്ടി ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ എക്സാം ലഭിക്കുന്നതിന് വേണ്ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കൂടാതെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാം. ഇതൊക്കെ നിരന്തരം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 315 ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. നമ്മുടെ PSC പരീക്ഷകൾ അവസാനിക്കുന്ന സമയമാണ് 3:15. അത് വെച്ച് ആലോചിച്ചാൽ മതി. പക്ഷേ ഇനി മാറാൻ പോവാണ്, രാവിലെ 7 മണിക്കാവാൻ പോവാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 315 ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപീകരിക്കുന്നത്. യൂണിയനും, അത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ മാത്രമല്ല, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഈ ആർട്ടിക്കിൾ 315 കേട്ടോ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ഭരണഘടനയിലെ വകുപ്പ് പ്രകാരമാണ് അത് രൂപപ്പെട്ടിട്ടുണ്ടാവുക. യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സംസ്ഥാന പബ്ലിക് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ഇത് PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ? സംസ്ഥാനത്താണെങ്കിൽ അത് ഗവർണറാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് PSC അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് രാജിക്കത്ത് കൊടുക്കുക കേട്ടോ, അത് ഉറപ്പുള്ളൂ. ആരാണോ നിങ്ങളെ നിയമിക്കുന്നത് അയാൾക്ക് തന്നെയാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. പക്ഷെ നീക്കം ചെയ്യാൻ ഗവർണർ അല്ല, അപ്പം അത് രാഷ്ട്രപതിയായി. ഇത്രയാണ് കോമൺ ആയിട്ട്. ഇതിൽ വ്യത്യാസങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സാധാരണ ഒരു സംസ്ഥാനത്തുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും. ആരാണോ നിയമിക്കുന്നത് അവർക്ക് തന്നെയാണ് രാജി കൊടുക്കേണ്ടത്. അപ്പം രാജിയും ഗവർണർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. വകുപ്പ് 315 PSC അവസാനിക്കുന്ന സമയം 3:15. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. നോക്കൂ, 6 വർഷം, 3 വർഷം, 62, 65, 70 ഇതിൽ കടന്നു തിരിയും ഇവരുടെയൊക്കെ പ്രായങ്ങൾ. ഇപ്പം PSCയിലാണെങ്കിൽ അത് 6 വർഷമാണ്, രാജ്യസഭയ്ക്ക് 6 വർഷമാണ്. ഓർക്കുക, 62 വയസ്സാണ്. 6-2 62 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതുവരെ. കേരള PSC ആദ്യം തിരുകൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി. ആദ്യത്തെ ചെയർമാൻ VK വേലായുധനാണ്. ഓർത്തു വയ്ക്കാൻ, നമ്മൾ PSCക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്കൊരു വേല കിട്ടാനാണ്. വേല എന്ന് പറഞ്ഞാൽ ജോലി. അപ്പം VK വേലായുധൻ ആദ്യത്തെ ചെയർമാൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് 2024 10th മെയിൻസിന് വന്ന ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും
മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അതും കറക്റ്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ കാലാവധി 5 വർഷമാണ്. അവിടെ പോയി 6 വർഷം 62 വയസ്സാണ്, 5 വർഷം അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. മറ്റൊരു ചോദ്യം വന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിൽ നിന്നാണ്. ഏതാണ് ആ ചോദ്യം വന്നത്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. ഈ ചോദ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ പേപ്പറത്തെ ചോദ്യങ്ങളാണ് ഞാൻ തരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇങ്ങനെ കിട്ടും. എല്ലാ തരത്തിലുള്ള വിഭാഗത്തിലൂടെയും, അതായത് 17 ടോപ്പിക്കിലൂടെയും നമ്മൾ കടന്നു പോകും. വീണ്ടും 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വീണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ സംഘടനാ ഘടന എന്താണ്? ഈ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. അത് ചെയർമാൻ എന്ന് പറയുന്നത് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അതിൻ്റെ കൺവീനർ പ്രിൻസിപ്പൽ സെക്രട്ടറി പരിസ്ഥിതി വകുപ്പാണ്. അപ്പോൾ ചെയർമാനും കൺവീനറും ഒക്കെ പരിസ്ഥിതി വകുപ്പ് തന്നെ. ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി, കൺവീനർ പ്രിൻസിപ്പൽ സെക്രട്ടറി പരിസ്ഥിതി വകുപ്പ്. രൂപീകരണം 2010 എന്ത് നടക്കുന്നത്? കേന്ദ്ര തണ്ണീർത്തട ചട്ടങ്ങൾ പ്രകാരം. അപ്പോൾ 10 എന്ന് പറയുമ്പോൾ നോക്കൂ, അതിലൊരു തണ്ണീർത്തടമുണ്ട്. എങ്ങനെയാണ് ആ 10ലെ തണ്ണീർത്തടത്തെ നമ്മൾ ഓർക്കുക? 10 അല്ലേ വരുന്നത്? 10 തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ കുളങ്ങൾ, കായലുകൾ ഒക്കെ അല്ലേ? അപ്പം അതിനെ നമുക്കൊരു വട്ടത്ത് കാണിക്കാം. ആ 10 ഇതെന്താണ്? അതിലെ തുഴയുന്ന തോണിയാണ് ഇത്. ഈ തോണിയിലാണ്, കണ്ടുവോ? തോണിയിലെ തുഴയാണെന്ന് വിചാരിച്ചാൽ മതി. ആ 1. അപ്പം 10 മനസ്സിലായല്ലോ. അപ്പം തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഏതിലാണ്? 10 തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ. ഏതാണ്? 2010. അല്ലാതെ 1910 ആയിരിക്കില്ലല്ലോ. ഇതൊരു സ്വയംഭരണ അതോറിറ്റിയാണ്. സംസ്ഥാന തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, പരിപാലനം, അതിൻ്റെ വികസന പദ്ധതി, ഗവേഷണം. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പദ്ധതിയുടെ അടിസ്ഥാന വിവരങ്ങൾ. അടിസ്ഥാനം എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ലക്ഷ്യം എന്താണ്? ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും, വ്യക്തിക്കല്ല, പലർക്കും ഇതൊരു തെറ്റിദ്ധാരണയുണ്ട്. ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും 100 ദിവസമെങ്കിലും അവിദഗ്ധ കായിക തൊഴിൽ, സ്കില്ല് ഇല്ലാത്ത വർക്ക്, കായിക തൊഴിലാണ്. അതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിനാണ് 100 ദിവസത്തേക്കാണ് മിനിമം കൊടുത്തിരിക്കണം. തൊഴിൽ ലഭ്യതയുടെ സമയപരിധി 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകണം. ഗ്രാമപഞ്ചായത്തിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് 15 ദിവസത്തിനകം തൊഴിൽ നൽകണം. അപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾ ആദ്യം അപേക്ഷിക്കണം. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകിയിട്ടില്ലെങ്കിൽ അയാൾക്ക് തൊഴിൽ രഹിത വേതനം കൊടുക്കണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകിയിട്ടില്ലെങ്കിൽ തൊഴിൽ രഹിത വേതനം കൊടുക്കണം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? എത്ര ദിവസമാണത്? 15 ദിവസം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം വന്നത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നല്ലോ. ആ ചോദ്യം ഓർക്കേണ്ടത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, അത് 2005 വിവരാവകാശ കമ്മീഷൻ. 5ാമത്തെ വയസ്സിലല്ലേ നമ്മളെ പണ്ട് സ്കൂളിൽ ചേർക്കുക. അപ്പോൾ അപ്പോഴല്ലേ വിവരം വെക്കുക. അത് ഓർത്ത് വെച്ചാൽ മതി. 10 കുളമുണ്ട്, അത് തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇവിടെയോ 5 വിവരമുണ്ട്. ഓക്കെ, സ്വയംഭരണാധികാര സ്ഥാപനമാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. അതുകൊണ്ട് രാജി കൊടുക്കേണ്ടത് ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. രാജിക്കത്ത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും കൊടുക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. കാലാവധി എത്രയാണ്? മറ്റോടത്ത് 6 വർഷമാണെങ്കിൽ, PSCക്ക് 6 വർഷമാണെങ്കിൽ ഇവിടെ 3 വർഷമാണ്. പക്ഷേ നിലവിലാണ് 3 വർഷം. 2019 ഈ 2005 നിയമത്തിനൊരു ഭേദഗതി വരുത്തി. അതോടുകൂടി കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാലാവധി തീരുമാനിക്കുക. നിലവിലത് 3 വർഷമാണ്. വിരമിക്കൽ പ്രായം മറ്റോടത്ത് 62 വയസ്സാണെങ്കിൽ, PSCക്ക് 62 വയസ്സാണെങ്കിൽ ഇവിടെ 65 വയസ്സാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പുനർനിയമനത്തിന് അർഹതയില്ല, രണ്ടാമത് നിയമിക്കില്ല. കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ പാലോട്ട് മോഹൻദാസ് ആണ്. ഏതാണ്? പാലാട്ട് മോഹൻദാസ്.
താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നതുവരെയോ ആണ്. ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ഇവയെല്ലാം ശരിയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അത് ചോദിച്ചു. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ചോദിക്കുന്നുണ്ട്. നോക്കൂ, എത്ര കമ്മീഷനുകൾ ചോദിച്ചു. വിവരാവകാശ കമ്മീഷൻ ചോദിക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കുന്നു, PSC ചോദിക്കുന്നു, പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിക്കുന്നു. നിയമനിർമ്മാണം മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഓക്കെ, 1993. നമുക്കറിയാം വിവരാവകാശം 2005, തണ്ണീർത്തടം 2010, ഇതേതാണ് 1993. കേരളത്തിലെ കമ്മീഷൻ രൂപീകരിച്ചത് 93 കേരളത്തിൽ ഈ കമ്മീഷൻ രൂപീകരിച്ചത് 1998 ഡിസംബർ 11 അല്ലേ? മനുഷ്യാവകാശ ദിനം നിങ്ങൾക്കറിയാം ഡിസംബർ 10. അതിന് പിറ്റേ ദിവസം ഡിസംബർ 11. 93, 5, 98. 98 നിയമം, 98 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും, അങ്ങനെ ആകെ 3 അംഗങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഓർത്താൽ മതി. അത് ഓർക്കാൻ ഉള്ള ഒരു എളുപ്പ വഴി എന്താണ്? 1993. ഇവിടെ അംഗങ്ങളും എത്ര തന്നെ? 3 അംഗങ്ങളാണ്. യോഗ്യത ആരായിരിക്കും? ഒരു വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ഇത് നിയമിക്കാൻ ഒരു ഉപദേശക സമിതിയുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുണ്ട്, ഒരു ഉപദേശക സമിതി, അവരാണ് ശുപാർശ ചെയ്യുന്ന സമിതി. അതിൽ മുഖ്യമന്ത്രിയുണ്ട്, ചോദിക്കാറുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉണ്ട്. ഇതുകൂടാതെ ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കറുണ്ട്. അപ്പം മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ 70 വയസ്സ് വരെ. വിവരാവകാശ കമ്മീഷൻ 2005 65 വയസ്സ് വരെ. അതേസമയം പബ്ലിക് സർവീസ് കമ്മീഷൻ 62 വയസ്സ് വരെ. ക്ലിയർ ആയോ? ഇനി നമുക്ക് ക്ലിയർ ആക്കാനുള്ളത് ഏതാണ്? ഇവരെയൊക്കെ പ്രായമാണ്. പ്രായം ഏതാണ്? 62, 65, 70. PSCക്ക് 62. വിവരാവകാശ കമ്മീഷനിൽ 2005 വിവരാവകാശ നിയമം, 65 അവരുടെ റിട്ടയർമെന്റ് പ്രായം. ഇവിടെയോ? ഇവിടെ 70. ലക്ഷ്യങ്ങളും അധികാരങ്ങളും: വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക, മനുഷ്യാവകാശമായി ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക, ജയിലുകൾ സന്ദർശിക്കാം, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക. ആദ്യത്തെ ചെയർമാൻ പരീത് പിള്ളയാണ്. ആദ്യത്തെ ചെയർമാൻ ആരാണ്? പരീത് പിള്ള. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതേത്? 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കരുതി കൂട്ടി തന്നത് നിങ്ങളെ കൊണ്ട് തെറ്റിപ്പിക്കാൻ. 93 നിയമം, 98 നിലവിൽ വരുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളുണ്ട്. ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അതും ശരിയാണ്. അപ്പം 2, 3 ഇവിടെ ശരി. ഇനി വിവരാവകാശ നിയമം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ചോദിച്ചു. 2 പരീക്ഷാ പേപ്പറിൽ 2ലും ചോദിച്ചു. പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം 2005. അത് പ്രാബല്യത്തിൽ വരുന്നത് 2005 ഒക്ടോബർ 12 ഭരണനിർവഹണത്തിൽ സുതാര്യതയും കൃത്യതയും, അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്ത ബോധം, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. എന്തൊക്കെയാണ് ലക്ഷ്യം? ഭരണനിർവഹണത്തിൽ സുതാര്യതയും കൃത്യതയും, അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്ത ബോധം, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. അപേക്ഷാ നടപടിക്രമം: ഫീസ് നിശ്ചിത ഇതിൽ 10 രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പാണ് നിങ്ങൾ വിവരാവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം നിങ്ങൾക്ക് മറുപടി ലഭിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ 15 ദിവസത്തിനകം നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കണം. ഇവിടെ 30 ദിവസത്തിനകം നിങ്ങൾക്ക് മറുപടി ലഭിക്കണം. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന വിവരമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിന് അപ്പീൽ പോവാം. യഥാസമയം വിവരം ലഭിക്കുകയോ തെറ്റായ വിവരം തരികയോ ചെയ്താൽ അപ്പീലിന് പോകാം. ഇവിടെയും നിയമനം ഗവർണറാണ്. നിയമനം ആരാണ്? ഗവർണറാണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്.
ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെട്ട നിയമമാണ് അത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്: അഴിമതി നിയന്ത്രിക്കുക, ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, അതും ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, അതും ശരിയാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ലോക തണ്ണീർത്തട ദിനം നമ്മൾ നേരത്തെ പഠിച്ചു, വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു അടുത്ത ചോദ്യ പേപ്പറിലും. അപ്പം നോക്കൂ, ഇങ്ങനെ നമുക്ക് ഹോട്ട് ടോപ്പിക്കിനെ നമുക്ക് പരിചയപ്പെടാം. ലോക തണ്ണീർത്തടം ചരിത്രം: 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസർ നഗരത്തിൽ വെച്ച് ലോകത്തിലെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവെച്ചു. എന്താണ് അന്താരാഷ്ട്ര ഉടമ്പടി എന്ന് പറയുന്നത്? റംസാർ ഉടമ്പടി. എവിടെ വെച്ചിട്ടാണ്? ഇറാനിൽ വെച്ചിട്ടാണ്. ഏതാണ് കൊല്ലം? 71. പിന്നെ 22 കണ്ടു, 71 22 122 എന്ന് ഓർത്തു വയ്ക്കുക. റംസാർ ഉടമ്പടി. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. തണ്ണീർത്തടങ്ങളുടെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നത്. ജലം ശുദ്ധീകരിക്കുന്നു, വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നു, ജൈവ വൈവിധ്യം നിലനിർത്തുന്നു. അപ്പോൾ എന്താണെന്ന്? ജലം ശുദ്ധീകരിക്കും, വെള്ളപ്പൊക്കം നിയന്ത്രിക്കും, ജൈവ വൈവിധ്യം നിലനിർത്തും. കേരളത്തിലെ റംസാർ സൈറ്റുകൾ 3 ആ 3 ഓർത്തു വയ്ക്കുക. ഒന്ന്, വേമ്പനാട് കോൾനിലങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് എന്ന് പറയുന്നത് ഈ വേമ്പനാട് കോൾനിലങ്ങളാണ്. അത് കഴിഞ്ഞാൽ അഷ്ടമുടിക്കായൽ, മറ്റത് ശാസ്താംകോട്ട കായൽ. അപ്പം അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട് കായൽ, കോൾനിലങ്ങൾ. മറ്റൊരു നിയമനിർമ്മാണം നിങ്ങൾ ഓർക്കേണ്ടത്, ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അത് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. 2 കുളമുണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനായി നിയമം പാസാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. കേരളത്തിൽ ഏറ്റവും വലുത് വേമ്പനാട് കോൾനിലങ്ങളാണ്, മറ്റത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ. ലോക തണ്ണീർത്തട ദിനം എന്നാണത്? ഫെബ്രുവരി 2. കേരള സംസ്ഥാന ഭരണ സംവിധാനത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയെ ചോദിച്ചു. നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. തൊഴിലാളികളുടെ ക്ഷേമം, തൊഴിൽ സാഹചര്യങ്ങൾക്ക് മിനിമം വേതനം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അദ്ദേഹമാണ്. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. കേരളത്തിലെ പാർലമെന്റിലെ പ്രാധാന്യമാണ് അടുത്ത ചോദ്യം ചോദിച്ചത്. രാജ്യസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ 9 അംഗങ്ങളാണ്. പാർലമെന്റിലേക്ക് 20 അംഗങ്ങൾ. മൊത്തം പാർലമെന്റ് അംഗങ്ങൾ 29 അതിൽ 9 രാജ്യസഭാ അംഗങ്ങളും 20 ലോക്സഭാ അംഗങ്ങളും. രാജ്യസഭ 9, ലോക്സഭ 20. ഇനി അതുമായി ബന്ധപ്പെട്ടതാണ്, ഇത് ഭരണഘടനയിൽ വരുന്നതാണ്. പിന്നെ ഞാൻ ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയോണ്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ബൈക്യാമറലാണ് ഇന്ത്യൻ പാർലമെന്റ്, ദ്വിമണ്ഡല സംവിധാനം. രാജ്യസഭയുമുണ്ട്, ലോക്സഭയുമുണ്ട്. അതിൽ രാജ്യസഭയാണ് ഉപരിസഭ. ഇതൊരു സ്ഥിരം സഭയാണ്, പിരിച്ചുവിടില്ല. പക്ഷെ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട്, 6 വർഷം. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം. വിരമിക്കുന്നതോ? ഓരോ 2 വർഷം കൂടുന്തോറും 1/3 അംഗങ്ങൾ വിരമിക്കും. ഒന്നിച്ചു പോവില്ല ഈ പാർലമെന്റ് പോലെ. എന്നിട്ടൊരു തെരഞ്ഞെടുപ്പ് വന്നാലല്ലേ ഉണ്ടാവുള്ളൂ. ഇതതില്ല. 1/3 അംഗങ്ങളാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കും. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആ സംസ്ഥാനത്തെ രാജ്യസഭാ അംഗങ്ങളെ തീരുമാനിക്കുക. ഭരണഘടനാ വ്യവസ്ഥകൾ. സീറ്റ് വിഭജനം. രാജ്യസഭയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ഓരോ സംസ്ഥാനത്തിലുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനം പട്ടിക 4 ഷെഡ്യൂളിലാണ് നൽകിയിട്ടുള്ളത്. ഷെഡ്യൂൾ 4 പട്ടിക 4 സീറ്റ് വിഭജനം. അധ്യക്ഷൻ, രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ളത് രാജസ്ഥാനിലാണ്, 31. അപ്പോൾ കേരളത്തിൽ 9, ഏറ്റവും കൂടുതലുള്ള രാജസ്ഥാനിൽ 31. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9. കേരളത്തിലെ നിലവിലെ സംസ്ഥാന ഗവർണറെ ചോദിച്ചു. അത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ രാഷ്ട്രപതി കേട്ടോ ഗവർണറെ നിയമിക്കുക, മറക്കണ്ട. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് അത് ഗവർണറാണ്.
മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് പക്ഷേ പ്രവർത്തിക്കുക. ഓർക്കുക, മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. യഥാർത്ഥ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ നമുക്ക് ഗവർണറെ എടുക്കാം. പക്ഷേ യഥാർത്ഥ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്. മന്ത്രിസഭയ്ക്ക് നിയമസഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു. ഇനി ഭരണഘടനാ വകുപ്പുകൾ. ആർട്ടിക്കിൾ 153 213 ഗവർണറുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. 153 സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ വേണമെന്ന് പറയുന്നു. 213 ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് 213. അപ്പോൾ കേരള സംസ്ഥാനത്തിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി കാണാം. അപ്പോൾ ക്ലാസ് മുഴുവൻ കണ്ടവർ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.